ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് തൃപ്പൂണിത്തുറയിലെ ഹിൽ പാലസ് കൊട്ടാരാട്ടോ, കുന്നമ്മേൽ കൊട്ടാരം എന്നറിയപ്പെട്ടിരുന്ന ഹിൽ പാലസാണ്. അങ്ങോട്ടേക്ക് കയറി പോണ വഴിയാണിത്. അപ്പോൾ ഈ പടവുകൾ തന്നെ ഉണ്ടല്ലോ, നമ്മൾ ഈ സ്റ്റെപ്പ് കയറിയും ഇങ്ങനെ വരാം, അതിന് ചുറ്റിനും അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ റോഡുമാണ് കേട്ടോ. അപ്പോൾ വണ്ടി ഓടിച്ചും വരാം, സ്റ്റെപ്പ് കയറിയും വരാം. അപ്പോൾ അങ്ങനെ കയറി വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ക്ലോക്ക് റൂമിൻ്റെ അവിടെ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് വേണം കൊട്ടാരത്തിനകത്തേക്ക് വരാൻ. ഇതിപ്പോൾ കൊട്ടാരത്തിനകത്തേക്ക് കയറിയതാണ്. അപ്പോൾ ഈ ഭാഗമൊക്കെ കാണുമ്പോൾ നമ്മുടെ ചെസ് ബോർഡിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൈലുകളാട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ മലയാളികൾക്ക് ആദ്യം തന്നെ ഓർമ്മ വന്നത് മണിച്ചിത്രത്താഴ് സിനിമയായിരിക്കും. സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണല്ലോ, മണിച്ചിത്രത്താഴൊക്കെ എവിടെയായിരുന്നു. അങ്ങനെ അതൊക്കെ ഓർത്തുകൊണ്ട് അങ്ങനെ കാഴ്ചകൾ കണ്ട് അങ്ങനെ പോവാട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ വീഡിയോ എടുക്കരുതെന്നാണ് കേട്ടോ, വീഡിയോ അലൗഡ് അല്ല, ഫോട്ടോ മാത്രം എടുക്കാനേ പാടുള്ളൂ എന്നാണ്. വീഡിയോ എടുക്കണമെങ്കിൽ നമ്മളൊരു തുക കെട്ടി വെച്ചിട്ട് വീഡിയോ എടുക്കാം. അതും കൊട്ടാരത്തിൻ്റെ അകത്തെ കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പാടില്ല, ഫോട്ടോ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സിംഹാസനവും രാജാവിൻ്റെ ദർബാർ ഹാളും ഒക്കെയാണ്. അപ്പോൾ രാജാവും മന്ത്രിമാരും എല്ലാവരും ഇരുന്ന് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്ന സ്ഥലമാണ്. അപ്പോൾ സിംഹാസനം കാണുമ്പോൾ നമ്മൾ എന്തായാലും ഇങ്ങനെ സ്റ്റക്കായി പോകും. കാരണം വെള്ളിയിലും ഇതിലൊക്കെ തീർത്ത കരിവീട്ടിയിലൊക്കെ തീർത്തതാണ് സിംഹാസനം. പിന്നെ ഇവിടുത്തെ ഓരോ കൊത്തുപണികളും കാഴ്ചകളും ആണ്. പിന്നെ ഇതൊരു ആനയുടെ ശില്പം ഉണ്ടാക്കി വെച്ചേക്കണതാണ്. ഇത് രാജാവിൻ്റെ സ്വീകരണ മുറിയിൽ ഇരുന്നതാണ്. ഒരു കുഞ്ഞൻ എന്ന് പറയുന്ന ഒരു ആശാരി ഉണ്ടാക്കിയതാട്ടോ. ഈ ഒറ്റ തടിയിൽ തീർത്ത കരിവീട്ടിയാണത്. ആ തടിയിൽ തീർത്ത ആനയുടെ ശില്പമാണത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഓരോ ഏരിയയിലൂടെയും ഇങ്ങനെ കയറി പോകുമ്പോൾ അതിനെ പറ്റിയുള്ള ഓരോ വിവരണങ്ങൾ ഇങ്ങനെ ചുമരിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ വായിച്ച് പോയാലാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അല്ലാതെ വെറുതെ ഇങ്ങനെ കാണാനായിട്ട് കണ്ടുകൊണ്ട് നടക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. അതിങ്ങനെ വായിച്ച് പോകുമ്പോൾ നല്ലൊരു ധാരണ കിട്ടും കേട്ടോ, ഈ രാജവംശത്തിനെ പറ്റിയും ഇവിടുത്തെ ഭരണത്തിനെ പറ്റിയൊക്കെ. അങ്ങനെ ഇവിടെ ഭരിച്ചിട്ടുള്ള ഓരോ രാജാക്കന്മാരുടെയും പേരുകളും അവരുടെ കാലത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ രാജാക്കന്മാരുടെയും ഫോട്ടോസും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി പോവാണ്. അപ്പോൾ ഈ കൊട്ടാരമാണെങ്കിൽ 54 ഏക്കർ സ്ഥലത്താട്ടോ സ്ഥിതി ചെയ്യുന്നത്. 1865 കൊട്ടാരം പണി കഴിപ്പിച്ചത്. എന്നിട്ട് 1980 രാജകുടുംബം ഈ കൊട്ടാരം കേരള സർക്കാരിന് കൈമാറുമായിരുന്നു. പിന്നെ 1986 ഇത് മ്യൂസിയമാക്കി മാറ്റിയത്. അപ്പോൾ ഇതിങ്ങനെ ഒരു മ്യൂസിയമാക്കി മാറ്റിയത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ കയറി ഇങ്ങനെ കാണുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൊട്ടാരവും ഈ ചരിത്രമൊന്നും അതങ്ങനെ മൺമറഞ്ഞു പോകുമായിരുന്നു. നമുക്കിതൊന്നും കാണാനും അറിയാനും അനുഭവിക്കാനും ഒന്നും പറ്റില്ലായിരുന്നു. അപ്പോൾ ഒരു കണക്കിനത് മ്യൂസിയമാക്കിയതും നന്നായി. അപ്പോൾ ഇതിങ്ങനെ ഓരോ ഏരിയയിലൂടെയും പോകുമ്പോൾ ഈ ചുറ്റുകോവണിയും ഈ ഓരോ കൊത്തുപണികളും ഭയങ്കര അട്രാക്ഷനാണ് കേട്ടോ. ഇതിൻ്റെ ഈ ആർക്കിടെക്ചറാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി. ഇതിങ്ങനെ കണ്ടാലും നമുക്ക് മതിയാവില്ല. ഇത് ഡച്ച് മോഡലിൽ പണിതിട്ടുള്ള കൊട്ടാരമാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ സ്ഥലത്തും ഓരോ ടൈപ്പാണ് കേട്ടോ. ഇതിൻ്റെ ഫ്ലോറാണെങ്കിലും ഇതിൻ്റെ വാതിലുകളും ജനലുകളും എല്ലാം ഇതിൻ്റെ മുകൾ ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. മച്ച് അതും നല്ല തടികളിൽ തീർത്തേക്കണതാണ്. അത് ഏത് തടിയാണെന്നൊന്നും എനിക്കറിയില്ല. നല്ല ഉറപ്പുള്ള നല്ല സ്ട്രോങ് ആണ്. ഇപ്പോഴും നല്ല പവർഫുള്ളാണ് കേട്ടോ കൊട്ടാരത്തിൻ്റെ ഓരോ ഭാഗവും നമ്മൾ നോക്കുമ്പോൾ. ഇത് ഇന്നത്തെ കാലത്താണല്ലോ നമ്മളിപ്പോൾ ഇങ്ങനെ ടൈലും മാർബിളും ഇതൊക്കെ കണ്ടു തുടങ്ങിയത്. ഇതിപ്പോൾ 1865 എന്നൊക്കെ പറയുമ്പോൾ ആ കാലത്ത് ഇങ്ങനെ ഉള്ള തറകളൊന്നും എങ്ങുമില്ല. അന്ന് ഇതൊക്കെ ഇറക്കുമതി ചെയ്ത് എത്രയോ നാൾ കൂടി പണിയിപ്പിച്ചിട്ടുണ്ടാവണതായിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെയും ഒരു കാലം നമുക്കുണ്ടായിരുന്നു. നമ്മുടെ രാജവാഴ്ചയും രാജാക്കന്മാർ ഭരിച്ചിരുന്ന ഒരു കാലവും പാവങ്ങളും അന്നും പാവങ്ങളും പണക്കാരും എല്ലാവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ പാവങ്ങൾക്കൊന്നും ഇതൊന്നും സ്വപ്നം പോലും കാണാനോ അല്ലെങ്കിൽ ഈ ഏരിയയിലേക്ക് പോലും ആരെയും അടുപ്പിക്കാത്തൊരു കാലമൊക്കെ ആയിരിക്കും. പക്ഷെ ഇപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും വന്ന് എല്ലാം കാണാം, കേൾക്കാം, എല്ലാം അറിയാം, അങ്ങനെ ഒരു കാലം. അപ്പോൾ അന്നത്തെ കാലത്ത് അവർ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ലല്ലേ നാളെ ഇത് പൊതുജനങ്ങൾ വന്നിങ്ങനെ കണ്ടു പോവേണ്ട ഒരു മ്യൂസിയമായിട്ട് മാറുമെന്ന് ഒരിക്കലും അവർ ചിന്തിച്ചിട്ട് കൂടി ഉണ്ടാവില്ല. ഇതിൻ്റെ ഓരോ സ്ഥലത്തൂടെ ഇങ്ങനെ പോകുമ്പോൾ ഓരോ ടൈപ്പ് ഫ്ലോറുകളാണ് കേട്ടോ. അതങ്ങനെ ഞാൻ ഒന്ന് നോക്കി നിൽക്കുകയാണ്.
പിന്നെ ഇതാണെങ്കിൽ തടിയിൽ തീർത്ത ഫ്ലോറാണ്. നമ്മൾ ചവിട്ടി നടക്കണ സ്ഥലമാണ്, പക്ഷെ അത് തടിയിൽ തീർത്തിട്ട് മിനുക്കി എടുത്തേക്കണതാണ്. മരം കൊണ്ടുള്ള ഫ്ലോറാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഗോവണികളും വാതിലുകളും ജനലുകളും എല്ലാം, ജനലിനൊക്കെ ആണെങ്കിലും ജനലിനോട് ചേർന്ന് ഒരു ഇരിപ്പിടം പോലെ ഒരുപാട് ഏരിയ ഇട്ടിട്ടാട്ടോ ജനലുകളൊക്കെ പണിയെടുപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ സിനിമയിലൊക്കെ അവരൊക്കെ ഇരുന്ന് ജനലിലൂടെ പുറത്തേക്ക് നോക്കണതൊക്കെ നമുക്ക് ഓർമ്മ വരും കേട്ടോ, ഇതിലേക്ക് ഇങ്ങനെ നോക്കി പോകുമ്പോൾ. അങ്ങനെ ഓരോ ഇടനാഴി പോലെ ഓരോ ഏരിയയിലേക്ക് ഒരേ വാതിലുകളും, ആ വാതിലുകൾ കയറി ചെല്ലുമ്പോൾ വേറെ വേറെ കാഴ്ചകളോട്ടോ നമ്മൾ കാണുന്നത്. അങ്ങനെ കണ്ട് കണ്ട് പോവാണ്. പിന്നെ ഈ ഇവിടെ ഇത് മാത്രമല്ല കേട്ടോ കാണാനായിട്ടുള്ളൂ. കുളക്കടവുണ്ട്, പിന്നെ മാനിൻ്റെ പാർക്കുണ്ട്, പിന്നെ ദിനോസറിൻ്റെ ഒരു വലിയ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ബാൽക്കണിയിൽ നിന്ന് നോക്കണ കാഴ്ചയാണ്. ഇത് ബാൽക്കണിയിൽ നിന്നിട്ട് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഏരിയ മുഴുവൻ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ കൊട്ടാരം ഇരിക്കണതും അങ്ങനെ ഒരു പൊസിഷനിലാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത്. ഈ കുന്നുമ്മൽ കൊട്ടാരം എന്ന് പേര് വരാനും അങ്ങനെ ഒരു കാരണമുണ്ട്. ഈ കൊച്ചിയുടെ ഒരു മിക്ക ഭാഗങ്ങളും എല്ലാം രാജാവിന് ഒറ്റ നോട്ടത്തിൽ കാണാൻ പാകത്തിനുള്ള ഒരു പോയിന്റിലാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത്. അന്ന് ഒരു ബൈനോക്കുലറൊക്കെ വെച്ചായിരിക്കും കാണുന്നത്. അങ്ങനത്തെ ഒരു പൊസിഷനിലാണ് ഈ കൊട്ടാരവും ഇരിക്കുന്നത്. പിന്നെ മാനുകളും മ്ലാവുകളൊക്കെ മേയണ പോലത്തെ ഒരു ചെറിയ പാർക്ക് പോലെ, പാർക്കല്ല, അവരുടെ ഒരു ആവാസ സ്ഥലം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ പുറകുവശത്തായിട്ട്. അതും കാണാൻ പറ്റും. പിന്നെ ആണെങ്കിൽ തുളസിത്തറയും കേരളീയ ശൈലിയിൽ പണിതിട്ടുള്ള കൊച്ചു കൊച്ചു വീടുകൾ പോലത്തെ കെട്ടിടങ്ങളും ഒക്കെ കുളക്കടവിനോട് ചേർന്ന് അതും ഉണ്ട്. പിന്നെ നമുക്കിവിടെ ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ അതിനുള്ള ചെറിയൊരു ക്യാൻറ്റീന്, ഐസ്ക്രീം, കോഫി അതൊക്കെ കിട്ടും. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്കുണ്ട്. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് കാണാൻ. നമുക്കിത് ഒരു 2-3 മണിക്കൂർ എന്തായാലും കാണാനുള്ള കാഴ്ചകളും നല്ലൊരു നേരം പോക്കിനും നമ്മുടെ മനസ്സിനും നമ്മൾ പഴയ കാലത്തേക്കൊക്കെ പോകാൻ പാകത്തിനുള്ള ഒരു പ്രത്യേക അന്തരീക്ഷം കിട്ടും കേട്ടോ. ഇതിപ്പോൾ രാജാക്കന്മാർ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങളാണ്. ഈ വാഹനങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ ഇവർക്ക് സമ്മാനിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇവർ ഇതിനു മുൻപ് ഇങ്ങനെ പല്ലക്കുകളിലാണ് രാജാവിനെ ചുമന്നുകൊണ്ട് ആളുകൾ നടക്കണമായിരുന്നു. ഇത് കുതിര കെട്ടി വലിക്കുന്ന വണ്ടികളാണ്. അപ്പോൾ ഇതിങ്ങനെ രഥം പോലെയാണ്. ഇതിൻ്റെ അകത്തൊക്കെ ഭയങ്കര പ്രഷ്യസ് ആയിട്ടൊക്കെ കേട്ടോ ഇതിൻ്റെ അകമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊക്കെ ഇപ്പോൾ കുറേയൊക്കെ ഇങ്ങനെ നശിച്ചൊക്കെ തുടങ്ങി. എത്രയോ വർഷം പഴക്കമുള്ളതാണല്ലേ. പിന്നെ പല്ലക്കാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ചുമന്നുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന രാജാവിനെയും രാജ്ഞിമാരെയും ഒക്കെ ചുമന്നുകൊണ്ട് പോയിക്കൊണ്ടിരുന്നതാണ്. പിന്നെ ഇവിടെ വാദ്യോപകരണങ്ങളും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസൊക്കെ പല ടൈപ്പ് ഉണ്ട്. രാജാവിൻ്റെ രാജകിരീടമുണ്ട്. രാജ്ഞിമാർ തമ്പുരാട്ടിമാരൊക്കെ അണിഞ്ഞിരുന്ന ആഭരണങ്ങൾ, നാണയങ്ങൾ, ഇതൊക്കെ പല പല ഏരിയയിൽ പല പല സ്ഥലത്ത് പ്രദർശിപ്പിക്കാനായിട്ട് പല കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തൊന്നും വീഡിയോയൊന്നും അലൗഡല്ല. അപ്പോൾ ഇത് ആ പല്ലക്കിന് ആ രഥത്തിൻ്റെ ഒരു അകം ഞാൻ ജനലിലൂടെ അതിൻ്റെ ഇടയിലൂടെ ഒന്ന് ഷൂട്ട് ചെയ്താൽ കേട്ടോ. അതിൻ്റെ അകത്ത് അങ്ങനെയാണ് ഉള്ളത്. പിന്നെ ഓരോ ഏരിയയിൽ നിന്നും പുറത്തേക്ക് ഓരോ ടൈപ്പ് ഗോവണികളാണ് കേട്ടോ. എല്ലാം തടിയിൽ തീർത്തിട്ടുള്ളതാണ്. നമുക്ക് അതിലേക്ക് നടക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാട്ടോ. ഇത് ഈ പുരാവസ്തു മ്യൂസിയം അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കേട്ടോ. അത്ര ക്ലിയറായിട്ട് അവരത് സൂക്ഷിച്ചിട്ടുണ്ട്. ഞാനൊരു 2002 മുതൽ ഇങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഇവിടെ ഇങ്ങനെ വന്ന് പോകാറുണ്ട് കേട്ടോ. ഓരോ വർഷത്തിലോ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ എന്തായാലും ഇതിൽ എപ്പോഴെങ്കിലും പോയാൽ ഇവിടെ കയറിയിട്ടേ പോകാറുള്ളൂ. അപ്പോൾ അന്ന് മുതൽ ഞാൻ നോക്കുമ്പോഴെല്ലാം കയറി വരണവിടത്ത് എല്ലായിടത്തും പൂന്തോട്ടങ്ങളും എല്ലാം നല്ല മനോഹരമായിട്ട് അന്നും ഇന്നും എന്നും ഒരുപോലെ അത് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. ആ പൂന്തോട്ടങ്ങൾ ഈ വേനൽക്കാലത്തും മഴക്കാലത്തും ഒക്കെ ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നല്ല പാടാണ്. അതുപോലെ ഇതിനകവും ഇത്ര ശുദ്ധിയായും വൃത്തിയായും സൂക്ഷിക്കണമെങ്കിലും നല്ല പാടാണ്. അപ്പോൾ അതത്രയും നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമ്മുടെ പുരാവസ്തു വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിന് അകത്ത് കയറി കഴിയുമ്പോൾ ഓരോന്നിനെ കുറിച്ചും വിശദീകരിച്ച് തരാൻ ഇവിടെ ഒരുപാട് സ്റ്റാഫുകളൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ ഏരിയയിൽ നമ്മൾ ചെല്ലുമ്പോൾ അവർ വിശദമായിട്ട് ഓരോന്നിനെയും കുറിച്ച് നമുക്ക് പറഞ്ഞൊക്കെ തരും. എല്ലാത്തിനും ഇവിടെ സ്റ്റാഫുകളുണ്ട്. അങ്ങനെ ഓരോരോ കാഴ്ചകളായിട്ട് അങ്ങനെ കണ്ട് കണ്ട് പോവാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഈ കാണുന്നതിൻ്റെയൊക്കെ അടുത്ത് ഇതെന്താണ് എന്നൊക്കെ വിശദമായിട്ട് എഴുതി വച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് സംശയം ഒന്നും ഉണ്ടാവില്ല, എല്ലാം എഴുതി വച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ വായിച്ച് ഇതൊക്കെ കണ്ട് ഇറങ്ങി വരുമ്പോഴത്തേനും നല്ലൊരു സമയമാവും. അപ്പം ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളത് കുറേ നാളായിട്ടോ. അത് ഒരുപാട് നാൾ മുമ്പ് ഞാൻ ഇവിടുത്തെ ഒരു കുളത്തിൻ്റെ ഒരു ഷോർട്ട് വീഡിയോയൊക്കെ ഇട്ടിട്ടുണ്ട്. അന്ന് എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോയാണിത്.
അപ്പോൾ ഇതിങ്ങനെ അപ്ലോഡ് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നണമായിരുന്നു കൊണ്ട് ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്യാതെ വച്ചേക്കായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഈ ഫോണിൽ ഇങ്ങനെ കുറേ നാളായിട്ട് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ ഇങ്ങനെ കിടന്നിട്ട് അപ്പോൾ എന്തായാലും അപ്ലോഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാട്ടെ ഞാനത് അപ്ലോഡ് ചെയ്യാനായിട്ട് എടുക്കണത്. അങ്ങനെ നമ്മൾ ഈ ഹിൽ പാലസിൽ കയറി കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിന് രാജാക്കന്മാർ ജീവിച്ചിരുന്ന ചരിത്രവും രാജ്ഞിമാരും തമ്പുരാട്ടിമാരുടെയൊക്കെ ആ ഒരു രൂപമൊക്കെ നമുക്കിങ്ങനെ ഓർമ്മ വരില്ലേ. പക്ഷേ നമ്മൾ മനസ്സിൽ കാണുന്ന തമ്പുരാട്ടിമാരുടെ രൂപമൊന്നും ഇവിടെ ഫോട്ടോയിലിരിക്കുന്ന തമ്പുരാട്ടിമാർക്കില്ല കേട്ടോ. ഇതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇത് ബ്രിട്ടീഷുകാർ രാജാവിന് കൊടുത്തിട്ടുള്ളതാണ്. ഇത് എന്താണ് എങ്ങനെയാണ് വായിക്കണതെന്ന് നമുക്കറിയില്ല. അതൊരു ഏരിയ മുഴുവനുണ്ട് കേട്ടോ. ഒരു ഇൻസ്ട്രുമെൻ്റ് ആണെന്നാണ് പറഞ്ഞത്. നമ്മൾ രാജ്ഞിമാർ തമ്പുരാട്ടിമാരെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കണ ആ ഒരു മുഖഛായയല്ല കേട്ടോ ഇവിടെ ഫോട്ടോയിൽ വെച്ചിട്ടുള്ള തമ്പുരാട്ടിമാർക്കും രാജാക്കന്മാർക്കൊന്നും. എൻ്റെ മാത്രം ചിന്തയാണോ എന്നറിയില്ല. അങ്ങനെ നമ്മൾ ഇങ്ങനെ കണ്ട് അവസാനം നമ്മൾ ഇവിടുന്ന് ഇറങ്ങി വരൂലേ, അപ്പം നമുക്കൊരു സങ്കടമൊക്കെ തോന്നും കേട്ടോ. കാരണം ഇവർ ഇത്ര പ്രഷ്യസ് ആയിട്ട് ഇത്രയും വലിയൊരു സംസ്കാരവും പാരമ്പര്യമൊക്കെ നമുക്കുണ്ടായി. ഒരു രാജവംശവും രാജാക്കന്മാരുടെ ആ ഒരു കൊട്ടാരത്തിൽ നിന്നാണല്ലോ നമ്മളിപ്പോൾ ഇറങ്ങി പോണത് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് അഭിമാനവും തോന്നും, പിന്നെ എന്തോ ഒരു സങ്കടവും തോന്നും കേട്ടോ. അവരൊക്കെ പോയല്ലോ മൺമറഞ്ഞെന്നൊക്കെ ഓർത്ത്. അങ്ങനെ കൊട്ടാരത്തിൽ നിന്ന് കാഴ്ചയൊക്കെ കണ്ടിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.